ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ഓരോ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന ദിവസമാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ദിവസത്ത് നല്ല മഴയായിരിക്കും. ഈ സമയത്ത് നമുക്ക് സ്കൂളിൽ നിന്ന് തൈകളൊക്കെ കിട്ടാറുണ്ട്. ഈ തൈകളൊക്കെ ആയിരിക്കും നമ്മുടെ ഓർമ്മകൾ എന്ന് പറയുന്നത്. VM സാദിഖലിയാണ്. നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ജീവിക്കുന്നത്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യമാണ്. നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇടങ്ങളിലും പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ കൊണ്ട് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. ഇതിനൊരു പരിഹാരം വേണ്ടേ നമുക്ക്? പല സമയങ്ങളിലും നമ്മൾ കാണുന്ന റോഡ് സൈഡിലും പുഴകളിലും നദികളിലും സമുദ്രത്തിലും എന്തിനധികം പറയുന്നത് ഉൾക്കാട്ടിൽ പോലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാലിന്യ കൂമ്പാരങ്ങളൊക്കെ കാണാനിടയായിട്ടുണ്ട്. ഞാനൊക്കെ സ്ഥിരമായിട്ട് കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാട്ടിൻ്റെ അകത്ത് പോലും മാലിന്യങ്ങൾ, അതും പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാണാനിടയായിട്ടുണ്ട് എന്നുള്ള ഒരു ദുരന്ത സത്യമാണ് പറയുന്നത്. ജീവജാലങ്ങൾ, മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തലുകൾ. നമ്മൾ കഴിക്കുന്ന മീനുകളിലൊക്കെ മൈക്രോ പ്ലാസ്റ്റിക് അവരൊക്കെ കടലിലൊക്കെ പെട്ടതിന് ശേഷം നമ്മളൊക്കെ വയറിൻ്റെ ഉള്ളിൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആനകളൊക്കെ മാലിന്യം കഴിക്കുന്നതും, അതുപോലെ സിംഹവാലൻ കുരങ്ങുകൾ മാലിന്യം കഴിക്കുന്നതും, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് കഴിക്കുന്നതും, അതിൻ്റെ പുറമെ മുള്ളം പന്നിയും ഒക്കെ പ്ലാസ്റ്റിക് കഴിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടുമ്പുറങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഇപ്പോൾ പന്നികൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം പന്നികൾ ഉണ്ടാവുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ കാട്ടിൻ്റെ അകത്ത് പന്നി എന്ന് പറയുന്ന ജീവികൾ വേസ്റ്റുകളും കിഴങ്ങുകളൊക്കെയാണ് കഴിക്കാറുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഇടുന്ന സ്ഥലം എവിടെയാണ്? ഈ കാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലും നദികളിലും പുഴകളിലൊക്കെ ആയിട്ടാണ് വേസ്റ്റ് ഇടുന്നത്. ഇങ്ങനെ വേസ്റ്റ് ഇടുന്ന സമയത്ത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പന്നി പോലെയുള്ള ജീവജാലങ്ങൾ വരികയും അത് കഴിക്കുകയും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ നമുക്ക് കാട്ടിൽ പോകുന്ന സമയത്ത് പന്നികളൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ പന്നികളൊക്കെ നാട്ടിലിറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. രാത്രി നമ്മൾ പുറത്തിറങ്ങി റോട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പന്നിക്കൂട്ടങ്ങളൊക്കെയാണ് കാണുന്നത്. വേസ്റ്റ് തിന്നാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ തന്നെയാണ് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ. ഈ വർഷത്തെ UN തീം എന്ന് പറയുന്നത് തന്നെ പ്ലാസ്റ്റിക് മലിനീകരണം എങ്ങനെ നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മളൊക്കെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ക്ലാസ് റൂമിൽ ഒതുങ്ങാതെ അല്ലെങ്കിൽ ഒരു അടച്ചിട്ട വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങാതെ ആളുകൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളടുത്തുണ്ടാവുന്ന മാലിന്യം കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്. പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളതല്ല പറയുന്നത്. ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനോട് നമുക്ക് നോ പറയാം.